ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഗുരുവായൂർ അമ്പല നടയിലെ റിലീസിനായിട്ട്. കേരളക്കര നാളെ ഒരുങ്ങിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പല നടയിൽ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇതിനോടകം സിനിമയ്ക്ക് 1000-നടുത്തുള്ള ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് നമുക്ക് കടന്നു വരാനുള്ളത്. കഴിഞ്ഞ ദിവസം 25 ലക്ഷം രൂപയ്ക്കടുത്തായിരുന്നെങ്കിൽ പിന്നീടത് 60 ലക്ഷം രൂപയിലേക്ക് എത്തുന്ന ഒരു കാര്യം ഇന്നലെ വരെ നമ്മൾ കണ്ടു. രാവിലെ ഒന്നും നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം 944 ഷോകളിൽ നിന്ന് 66,138 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ കളക്ഷൻ വന്നിരിക്കുന്നത് 1,08,00,000 രൂപയാണ്. വീണ്ടും ഒരു കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ നടക്കുന്നു കേരളത്തിൽ. അതെ, പൃഥ്വിരാജ് എന്ന നടൻ്റെ അടുത്ത സിനിമയും 1 കോടിക്ക് മുകളിൽ. നമുക്കിവിടെ ആടുജീവിതം എന്നോർത്ത് നോക്കാം, അതിഗംഭീരമായിരുന്നു അതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ. പക്ഷേ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കോമഡി സിനിമ എന്നുള്ള ഫാമിലി എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ ബേസിൽ ജോസഫ് ഒരുമിച്ച് വരുന്ന ഈ ഒരു സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് 1,08,00,000 രൂപ എന്ന് പറയുന്ന ഓക്യുപ്പൻസി 22.76% എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിനിമയ്ക്ക് 4 കോടിക്ക് മുകളിൽ കേരള തിയേറ്ററുകളിൽ നിന്ന് വരും എന്നുള്ളതാണ്. കാരണം പൃഥ്വിരാജിൻ്റെ സ്റ്റാർഡം അതിന് ഉള്ള കെൽപ്പുള്ളത് തന്നെയാണ് എന്നുള്ളത്. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന. മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ബേസിൽ ജോസഫിൻ്റെ സിനിമയാണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആട് ജീവിതത്തിന് ശേഷം ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രവുമായി മലയാളത്തിൻ്റെ പുതിയ താരോദയം അല്ലെങ്കിൽ പുതിയ യങ് സൂപ്പർ താരം എന്ന് പറയാം, അതാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഹിറ്റിലേക്ക് കടക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഒരു പോസിറ്റീവാണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായും അടുത്ത 100 കോടി നമുക്ക് ഉറപ്പിക്കാം. കാരണം അത്രത്തോളം ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്താണേലും ഒരു സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും തന്നെ ആകില്ല ഈ സിനിമ എന്ന് തന്നെയാണ് അണിയറ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ഒന്ന് കമൻറ്റിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.